അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി എയർ ഫ്രയർ വെച്ചിട്ട് എങ്ങനെ ലോലിപോപ്സ് ഉണ്ടാക്കാം, ചിക്കൻ ലോലിപോപ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാംസ് ചിക്കൻ ലോലിപോപ്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ലോലിപോപ്സ് ആയിട്ട് തന്നെ ഞാൻ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റ് വഴി വാങ്ങിയതാണ്. ഓൺലൈൻ സൈറ്റ് വഴി മീറ്റ് പ്രോഡക്ട്സ് വാങ്ങുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷേ ആദ്യത്തെ ഒരു പ്രാവശ്യം വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് അവരുടെ ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചിക്കൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം 500 ഗ്രാംസിനടുത്ത് ഉണ്ട്. അതിൽ ഒരു 17 നമ്പേഴ്സ് ലോലിപോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡീബോൺ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ലെഗ്സോ അല്ലെങ്കിൽ ചിക്കൻ തൈസോ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡീബോൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മളുടെ ഓപ്ഷനാണ്, നമുക്ക് എങ്ങനെ ഏത് വിധത്തിൽ വേണമെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്, നന്നായിട്ട് ഉണ്ട്. ചിക്കൻ നല്ലതാണ് അവരുടെ, കുഴപ്പമില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷമാണ് ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗൾ വയ്ക്കുക. അതിലേക്ക് ഇനി ഞാൻ ഒരു മുട്ട ഒന്നോടെ, അതായത് വൈറ്റും യോക്കും ഒരുമിച്ച് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്കാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂണോളം സോയാ സോസാണ്. സോയാ സോസ് അധികം ചേർക്കേണ്ട, ഒരു ചുവ വരും അതിന്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം സോയാ സോസ് ചേർത്തു. അതിനുശേഷം നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇതിപ്പോൾ ഞാൻ അരച്ച പേസ്റ്റാണ്. വെളുത്തുള്ളി നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ അതാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചില്ലി പേസ്റ്റ്, ചില്ലിയും വിനാഗിരിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഒരു ടീസ്പൂൺ, ഒരു ഹീപ്പ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇതിൽ ചേർക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ചില്ലി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ്. അത് അരമുറി മുഴുവൻ ചേർക്കുന്നില്ല, കാരണം നല്ല പുളിയുള്ളതാണല്ലോ. ഇനി കാരണം കുറച്ച് വിനാഗിരിയും കൂടി ഇതിനെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അരമുറി ഇന്ന് ഒരു 2 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. അപ്പോൾ കുരുവില്ലാതെ അല്പം ചെറുനാരങ്ങ നീര് ചേർക്കുന്നു. ഇനിയുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയും 1 ടീസ്പൂൺ ചേർത്ത്. ഞാൻ ആപ്പിൾ സിഡറിൻ്റെ വിനാഗിരിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ചിക്കൻ ലോലിപോപ്പ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മിക്കവാറും എല്ലാവിധ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം മുട്ട ചേർത്തതിൻ്റെ കൂടെ ഈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ലോലിപോപ്പ്, നമ്മുടെ ചിക്കൻ ലോലിപോപ്പിൽ നന്നായിട്ടൊന്ന് ഒരു കോട്ടിംഗ് പോലെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ലോലിപോപ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏകദേശം ഒരു 17-18 നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/2 കിലോയിൽ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു
അവസ്ഥയിൽ, അതായത് ഇപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് അതിൻ്റെ കൂടെ അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗ്സിലോ ആക്കി ഫ്രീസറിൽ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയമൊക്കെ ആകുമ്പോൾ ആ സമയത്തെടുത്ത് അതിലേക്ക് കോൺഫ്ലോർ, കാരണം ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് നമുക്ക് ആ സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 to 6 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതിപ്പം മുട്ടയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് അതിൻ്റെ വാട്ടറായിട്ടുള്ള അതനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്കൊരു 5 to 6 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം അരമണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കാം, പക്ഷേ പ്രിഫറബിൾ നമുക്ക് എപ്പോഴും റെഫ്രിജറേറ്ററിൽ വെക്കുന്നതാണ്. കാരണം മുട്ടയൊക്കെ ചേർന്നിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് മീറ്റ് പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അരമണിക്കൂർ നമ്മളിത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. അതിന് ശേഷം വേണം നമുക്ക് എയർ ഫ്രയറിലേക്ക് ഇത് മാറ്റാനായിട്ട്. ഇത് എയർ ഫ്രയറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അതിനുവേണ്ടി 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 minutes നമ്മൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യും. അങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ട് ആണ് നമ്മളിതിലേക്ക് ഈ ലോലിപോപ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പം പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ലോലിപോപ്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ 180 ഡിഗ്രിയിൽ തന്നെ 5 minutes ആദ്യത്തെ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഏകദേശം പ്രീഹീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്സ് ഇതിലേക്ക് നമുക്ക് മാറ്റാം, ഈ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഈ ഒരു പൊസിഷനിൽ വെക്കുന്നതാണ് ലോലിപോപ്സിന് നല്ലത്. അപ്പം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാം അടുക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കൻ ലോലിപോപ്സും ഇതിൽ ഞാൻ അടുക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് നമ്മൾ എയർ ഫ്രയറിലേക്ക് മാറ്റുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 minutes ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിന് മുൻപ് ഇതിൽ അല്പം ഒലിവ് ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇതുവരെ ഓയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ഫാറ്റ് കൊണ്ടാണത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെയല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ, നിങ്ങളുടെ കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 15 minutes ഞാനിതിലേക്ക് ഇത് വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊന്ന് ക്രിസ്പി ആവുന്നത്. അപ്പോൾ ഒരു 15 minutes കൂടെ നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇത് പാകം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 15 minutes കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നന്നായിട്ട് ഇത് ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ടത് പാകം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചിക്കൻ ലോലിപോപ്പാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇതിൻ്റെ ഫാറ്റ് എത്രമാത്രം നമുക്ക് ബാക്കി വന്നത്, അതായത് ലെഫ്റ്റ് ഓവർ ഫാറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഇത്രയും ഫാറ്റ് നമ്മുടെ ഉള്ളിൽ പോവാതെ ഇതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗാഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്